കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി ദൈവമക്കളെ പഠിപ്പിക്കുവാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ച് അതിനോട് ബന്ധപ്പെട്ട് ന്യായാസനങ്ങൾ എന്ന വിഷയം വന്നപ്പോൾ നമ്മൾ പഠിച്ച 3 കാര്യങ്ങളാണ്: ക്രിസ്തുവിന്റെ ന്യായാസനം, തേജസ്സിന്റെ സിംഹാസനം, ഇന്ന് പഠിക്കാൻ പോകുന്ന വെള്ള സിംഹാസനം. അതിന് മുഖവരയായിട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്ന് ചിന്തിച്ചു വിടുവാനിടയായി. നമുക്ക് ഒരു വേദഭാഗം എടുക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒരാള് ശബ്ദമുയർത്തി വായിക്കണം. വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ ഇന്നത്തെ ക്ലാസ് മനസ്സിലാകുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതൽ 15 വരെ വായിക്കും. ഞാൻ വലിയ സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആമേൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വലിയ വെള്ള സിംഹാസനം. എബ്രായ ലേഖന കർത്താവ് 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു. മരണമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലുള്ളൊരു യാഥാർത്ഥ്യമാണ് ന്യായവിധി, ന്യായമായിട്ടുള്ള വിധി. ഒരു വിശ്വാസി കർത്താവിൽ മരിച്ചാൽ ന്യായമായിട്ടുള്ള പ്രതിഫലം അവന് കിട്ടും, അവന് ശിക്ഷയില്ല. എന്നാൽ ഒരു ദുഷ്ടൻ മരിച്ചാൽ അവന് ന്യായമായിട്ടുള്ള അർഹതപ്പെട്ട നരകം അവന് കിട്ടും. അത് ഓർത്തിരിക്കുക. ഈ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിലെ ന്യായവിധി നടക്കുന്നത് ഭൂമിയിൽ വെച്ചല്ല, ആകാശത്തും വെച്ചല്ല. നമ്മൾ വായിക്കുന്നത് അവന്റെ മുമ്പിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അന്നേരം ഈ ന്യായവിധി ഭൂമിയിൽ വെച്ചല്ല, ആകാശത്തും വെച്ചല്ല. ന്യായവിധി നടന്നേ പറ്റൂ. പുതുവാന ഭൂമി ഉണ്ടാകുന്നതിന് മുൻപാണ് ഈ ന്യായവിധി ഉണ്ടാകുന്നത്. അനേക ഗോളങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ദുഷ്ടന്മാരെ ന്യായം വിധിക്കുവാൻ ഒരു പ്രത്യേക ഇടം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മനസ്സിലായോ? വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രധാന ന്യായാധിപൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. യേശുക്രിസ്തുവാണ് നമുക്ക് രക്ഷ നൽകിയത്. യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവർക്ക് ന്യായവിധി കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ആർക്കു വേണ്ടിയാണ് നരകം ഉണ്ടാക്കിയേക്കുന്നത്? ആർക്കു വേണ്ടിയാ? വേഗത്തിൽ പറയാമോ? മനുഷ്യന് വേണ്ടി ദൈവം നരകം ഉണ്ടാക്കിയിട്ടുണ്ടോ?
പിശാചിന് വേണ്ടി അവരിക്കുന്നത്, നമുക്ക് വേണ്ടിയല്ല. നമ്മള് മനുഷ്യർക്ക് തേജസിന്റെ സിംഹാസനത്തിലെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ പിശാചിനും ഇടത്തുള്ളവരോട് പറഞ്ഞ എന്നാ, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവീൻ, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. മനുഷ്യന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല നരകം, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് നരകം. എന്നാൽ പിശാചിന്റെ വഴികളും പിശാചിന്റെ ഇഷ്ടങ്ങളും അനുസരിച്ച് ദൈവവഴിയിൽ വരാതെ സാത്താന്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ തന്നെ പോയി വീഴും. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വാഹനമൊക്കെ ഓടിക്കുന്നവർക്കറിയാം, റോഡുകളിൽ ധാരാളം സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. റോഡ് ഇവിടം വരെ ഉള്ളൂ എന്ന് കാണിക്കുന്ന ബോർഡുണ്ട്. ബോർഡൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നാൽ ചിലപ്പോൾ നദി പോയി വീഴും, അല്ലെങ്കിൽ വലിയ കുഴി പോയി വീഴും. എന്നിട്ട് റോഡിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതിന് സിഗ്നലുകൾ നമ്മൾ പാലിപ്പാൻ ബാധ്യസ്ഥരാണ്. അന്നേരം ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവ് പ്രധാന ചീഫ് ജഡ്ജാണ്, പ്രധാന ന്യായാധിപനാണ്. ഇനിയും ഈ സിംഹാസനത്തിന്റെ നേച്ചർ നോക്കിയാൽ അതിന് കൊടുത്തിരിക്കുന്ന പേര് വെള്ള സിംഹാസനം എന്നാണ്. വെള്ള സിംഹാസനം. ഈ വെള്ള സിംഹാസനം ആ പേര് കിട്ടിയത് കൊണ്ട് ചിലർ ചിന്തിച്ചിരിക്കുന്നത് ഇത് ദൈവമക്കൾക്ക് ഉള്ള എന്തെങ്കിലും കിട്ടാനുള്ള സിംഹാസനമാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറ്. ഒരിക്കലുമല്ല. അവിടെ വെള്ള എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വിധി വിശുദ്ധമായ വിധിയാണ്, സത്യസന്ധമായ വിധിയാണ്, നീതിയോടുള്ള വിധിയാണ്, മുഖപക്ഷമില്ലാതെ പക്ഷം പിടിക്കാതെ നടത്തപ്പെടുന്ന വിധിയാണ്. അതുകൊണ്ടാണ് ആ സിംഹാസനത്തിന്റെ പേര് തന്നെ വലിയ വെള്ള സിംഹാസനമെന്ന് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. കൈക്കൂലി വാങ്ങിച്ചിട്ടോ മുഖം നോക്കിയോ ഉള്ള ഒരു ന്യായവിധി അല്ല ഇവിടെ നടക്കുന്നത്. ആരാണ് ന്യായം വിധിക്കപ്പെടുന്നവർ? വെളിപ്പാട് ദിവസം 20:12 നമ്മൾ വായിക്കുന്നു, മരിച്ചവർ ആബാലവൃദ്ധം. മരിച്ചവർ ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഉയർക്കപ്പെടുന്നത് ദുഷ്ടന്മാരാണ്. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും കർത്താവിന്റെ വരവേക്കൽ എടുക്കപ്പെടും. മഹോന്നത കാലയളവിൽ രക്തസാക്ഷികളായിട്ട് മരിച്ച വിശുദ്ധന്മാർ യേശുക്രിസ്തുവിന്റെ പരസ്യ വരവേക്കൽ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ കായീൻ മുതൽ സഹസ്രാബ്ദ വാഴ്ച വരെ പാപത്തിൽ മരിച്ച സകല ദുഷ്ടന്മാരും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. അത് ന്യായവിധിക്കായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. വായിക്കാമോ? വെളിപ്പാട് 20-12 വാക്യം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. മരിച്ചവർ ആബാലവൃദ്ധം. മരിച്ചവർ ആബാലവൃദ്ധം. ഇതിനു മുമ്പ് ഉയർത്തെഴുന്നേറ്റവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, എത്ര ഉന്നതനാണെങ്കിലും വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. ഈ സിംഹാസനത്തിന് മുമ്പിൽ ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെടുന്നില്ലെന്നുള്ളതാണ് വളരെ ഖേദകരമായൊരു കാര്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം
18 വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 3:18. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. മനസ്സിലായോ? ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. അന്നേരം ഈ ക്രിസ്തുവിൽ കൂടെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്ത ഒരു മനുഷ്യനും നിത്യസ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ 20-ാം അധ്യായം 12-ാമത്തെ വാക്യമാണല്ലോ വായിച്ചത്. ഇത് തികച്ചും ദുഷ്ടന്മാരുടെ ഒരു ന്യായവിധിയാണ്. എവിടെ നിന്നെല്ലാം ഉയർപ്പ് നടക്കും? ഈ ന്യായവിധി ദിവസത്തിൽ ദുഷ്ടന്മാർ എവിടെ നിന്നെല്ലാം ഉയർക്കുന്നത്? നമ്മൾ ആദ്യം വായിച്ച വേദഭാവം നോക്കിക്കേ. ഒന്നുകൂടെ ആ വേദഭാവം വായിക്കാം. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആ മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ആ. ഓരോരുത്തരും അവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. നോക്കണേ, കടലിൽ മരിച്ചവർ അവിടെ നിന്ന് ഉയർക്കും. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടവര്, മരുഭൂമിയിൽ മരിച്ചവര്, വനത്തിൽ മരിച്ചവര്, എവിടെല്ലാം ആരും അടക്കാതെ ആരും അറിയാതെ പാപത്തിൽ മരിച്ച സകല മനുഷ്യരും അതാതിടങ്ങളിൽ ഉയർക്കും. ഏൽപ്പിച്ചു കൊടുത്തുന്ന പാതാളം തന്നെയുള്ളത് ഏൽപ്പിച്ചു കൊടുത്തു, സമുദ്രം തന്നെയുള്ളവർ ഏൽപ്പിച്ചു കൊടുത്തു. ദുഷ്ടന്മാരുടെ ന്യായവിധി ദിവസത്തിൽ നീ ഉയർക്കണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സകല ദുഷ്ടനും ഉയർക്കും. 90-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം വായിക്കാമോ? 90-ാം സങ്കീർത്തനം 3-ാം വാക്യം. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. രണ്ടും ദൈവമാ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവനെ പൊടിയിലേക്ക്, മണ്ണിലേക്ക് റിസീവ് ചെയ്യുന്നു. ആ ദൈവം തന്നെ ആ വ്യക്തിയെ തിരികെ വരുവീനെന്ന് പറയുന്നു. നമ്മുടെ ആരുടെയും ജീവൻ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, ദൈവം തന്നതാ. നമ്മുടെ മരണവും അങ്ങനെ തന്നെയാണ്. പാതാളത്തിന്റെയും മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നമ്മുടെ കർത്താവിന്റെ കൈവശമാണ്. നോക്കണേ, മനുഷ്യനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചേ? വേഗം പറയണം. മനുഷ്യനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചേ? സ്വരൂപത്തിലും സാദൃശ്യത്തിലും. എന്തുകൊണ്ടാ സൃഷ്ടിച്ചേ? രൂപമില്ലാത്ത മണ്ണിൽ നിന്ന് നമുക്ക് രൂപം വരുത്തി നമ്മളെ മനുഷ്യരാക്കി ദൈവം സൃഷ്ടിച്ചെങ്കിൽ, ഒരു രൂപം ഇല്ലാത്തടത്തു നിന്ന്, എല്ലാം അസ്ഥിയും പൊടിഞ്ഞു പോയി, എല്ലാം ദഹിച്ചു പോയി, ചാരമായി, ഒന്നുമില്ലാത്തടത്തു നിന്ന് ആ മനുഷ്യനെ തിരിച്ചു വരുത്താൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. പാതാളം ഏൽപ്പിച്ചു കൊടുത്തുന്ന പാതാളം
ഈ പാതാളത്തിന്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് പല ചിന്തകൾ നമുക്ക് വരും. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 16:23. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അന്നേരം ഈ ന്യായവിധി ദിവസത്തിൽ ഈ പുള്ളി ഉയർക്കും, ഈ ധനവാൻ ഉയർക്കും. ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് ധനവാനിൽ ലാസറിന്റെ ഉപമയാണ്. ഈ ധനവാന്റെ ലാസറിന്റെ യേശു പറഞ്ഞത് ഉപമയല്ല, വളരെ സ്പഷ്ടമായ കാര്യം പറയുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അല്ലേ? ഉപമയല്ലെന്ന് പറയാനുള്ള കാരണം എന്നാ? ഈ യാതനാ സ്ഥലത്ത് കിടന്ന് ഈ ധനവാൻ പറയുന്നുണ്ട്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ എന്നെ ഒന്ന് എന്ത് ചെയ്യണം, പുറത്തു കൊണ്ടുവന്ന് അവരോട് സുവിശേഷം പറയണമെന്ന് പുള്ളി ആഗ്രഹിച്ചപ്പോൾ യേശു എന്താ പറഞ്ഞേ? അവർക്ക് മോശയും അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ഇത് ഊഹാഭോഗമല്ല. ഇത് മോശയുടെയും പ്രവാചകന്മാരുടെയും കാലത്ത് നടന്നൊരു സംഭവം യേശു ഉദ്ധരിച്ചു പറഞ്ഞതാണ്. മനസ്സിലായോ? അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അന്നേരം ഒരു നീതിമാൻ മരിച്ചാൽ അവൻ എവിടെ പോകുമെന്നും ഒരു ദുഷ്ടൻ മരിച്ചാൽ അവൻ എവിടെ പോകുമെന്നും ശക്തമായ ഒരു സന്ദേശം യേശു ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റിയല്ല, കാര്യം ഓർക്കുക. അതുപോലെ ഏത് കോടതി വിധികൾക്കും മുമ്പേ സാക്ഷികളെ വിസ്തരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെയും എന്തുണ്ട്? സാക്ഷികളെ വിളിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യനെയും സാക്ഷ്യത്തിന് വിളിക്കുകയല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് ഒരിക്കൽ പറഞ്ഞ മൂക്കിൽ ജീവശ്വാസമുള്ള ഒരു മനുഷ്യരെയും വിശ്വസിക്കില്ല, അല്ലേ? അതുകൊണ്ട് മനുഷ്യനെ വിളിച്ചാൽ എന്ത് ചെയ്യും? മനുഷ്യൻ കള്ളസാക്ഷ്യം പറയും. പല പല സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സാക്ഷികളായിട്ട് ദൈവം വിളിക്കുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില സംഭവങ്ങൾ. നമ്മൾ പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നില്ല. പക്ഷേ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും സാക്ഷികൾ അത്യാവശ്യമാണ്. 1-2 തെളിവുകൾ പറയാം. സംഖ്യാപുസ്തകം 35:30 ഒന്ന് വായിക്കണം. സംഖ്യ 35:30. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. ആരെങ്കിലും ഒരുത്തനെ കൊന്നാൽ കൊലപാതകൻ സാക്ഷികളുടെ വാമൊഴി പ്രകാരം മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ കൊലപാതകത്തിന് പോലും സാക്ഷികൾ നിർബന്ധമായിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ. തീമോഥെയോസിന് പൗലോസ് എഴുതിയ ലേഖനം എടുത്ത് 1 തീമോഥെയോസ് 5:19 വായിച്ച്. 1 തീമോഥെയോസ് 5:19. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഈ വാക്യം എടുത്തേ ഉള്ളൂ. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. നോക്കണം, ദൈവസഭയ്ക്കകത്താണെങ്കിലും വ്യക്തമായ കാരണങ്ങളില്ല. ഒരാൾ പറഞ്ഞിട്ട് കാര്യം, ഒരു 3 സാക്ഷികൾ ആവശ്യമാണ്. ചുമ്മാ പാസ്റ്റ് അങ്ങനെ, പാസ്റ്റ് ഇങ്ങനെ, ആ സഹോദരൻ ഇങ്ങനെ, ഈ സഹോദരി ഇങ്ങനെയാന്ന് പറഞ്ഞാലൊന്നും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അതിന് വ്യക്തത വേണം, അതിന് സാക്ഷികൾ ആവശ്യമാണ്. ഇത് തന്നെയാണ് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിന് മുമ്പിലും കർത്താവ് ആവർത്തിക്കുന്നത്.
സാക്ഷികളെ കൂടാതെ ന്യായവിധി കർത്താവ് നടത്തിയല്ല. മനസ്സിലായോ? അന്നേരം ഏതെല്ലാം കാര്യങ്ങൾ വെച്ചാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ന്യായവിധി നടത്തുന്നത്. ഒന്ന്, നമ്മുടെ മനസ്സാക്ഷിയുടെ പുസ്തകം അനുസരിച്ച്. മനസ്സാക്ഷി, റോമാലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെ. റോമർ 2-ന്റെ 14 മുതൽ 16 വരെ വായിക്കാം. ആ, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. മതി ദൈവം മതി മതി. ഇവിടെ നോക്കിക്കേ, മനസ്സാക്ഷി, കോൺഷ്യസ്നസ്. നമ്മുടെ മനസ്സാക്ഷി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാക്ഷി പറയാൻ. എന്താണ് ഈ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ? തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ബോധമാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മനസ്സാക്ഷി പറയത്തില്ല നീ അത് ചെയ്തോ 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 എന്ന് പറയത്തില്ല. ഒരാളെ തല്ലുമ്പോൾ, കള്ളം പറയുമ്പോൾ, അനീതി ചെയ്യുമ്പോൾ ഒരിക്കലും മനസ്സാക്ഷി സപ്പോർട്ട് ചെയ്യത്തില്ല. മനസ്സാക്ഷിയുടെ വിലക്കുകൾ ലംഘിച്ചു മാത്രമേ ഇന്ന് ഉലകത്തിൽ ഒരു മനുഷ്യനെ ഒരു തെറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മനസ്സാക്ഷിയുണ്ട്. മൃഗങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ടോ? മൃഗങ്ങളിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുന്ന മനസ്സാക്ഷി. ഒരിക്കല് ദാസ പോൾ ഗോപാലകൃഷ്ണൻ, അവന്റെ ഒരു സ്നേഹിതനാണ് കർത്താവ് ദാസൻ. അദ്ദേഹം പഠിപ്പിക്കുന്ന സമയത്ത് പണ്ട് അദ്ദേഹം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കണേ. മനസാക്ഷി എന്ന് പറയുന്നത് ഒരു 4 മൂലയുള്ള ഒരു പുസ്തകം പോലെ. ഇത് കാണാമോ നിങ്ങൾക്ക്? ഇതിങ്ങനെ ചങ്കത്തിരിക്കുക. എവിടെ ഇരിക്കുന്നേ? ചങ്കത്തിങ്ങനെ ഇരിക്കുക. ജീവിതത്തിൽ ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് തെറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഇതിങ്ങനെ ചലിക്കും. ഈ ചലിക്കുമ്പോ മൂല വന്ന് ചങ്കത്ത് കൊള്ളും. പിന്നെ അവൻ അന്ന് ഉറക്കമില്ല, എന്തോ വേദനയും ഭാരമായിരിക്കും. ഞാൻ അത് പറയണ്ടായിരുന്നു, അവിടെ പോകണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു. ഭയങ്കര പ്രയാസമാണ്. രണ്ടാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ അടുത്ത മൂല ഇടിക്കും. അന്നേരം ഇത് ചുരുക്കി പറഞ്ഞാൽ കുറെ കാലമാകുമ്പോൾ ഈ മൂലയെല്ലാം അങ്ങ് പോവും. മൂല പോയി കഴിഞ്ഞാൽ അങ്ങനെ ആവും. പറ. പോളിഷായിട്ടിരിക്കും, വേദനയില്ല. ഇതങ്ങ് റൗണ്ട് ആവും. വട്ടം കറങ്ങും. പിന്നെ ഇതങ്ങ് റൗണ്ട് ആവും. പിന്നെ ഇതിന് വേഗത കൂടുതലാണ്. തട്ടി നിൽക്കാൻ ഒരിടവും ഇല്ല. മനസ്സിലായോ? തട്ടി നിൽക്കത്തില്ല. ഇതിങ്ങനെ കറങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ, വാ എടുത്താ കള്ളത്തരം പറയുന്നേ. വാ തുറക്കുന്നത് കള്ളത്തരം പറയാൻ. ഒരു പാപബോധം അവർക്കില്ല, ഒരു ഇതില്ല. പിന്നെ ചിലർ വാ തുറക്കുന്ന ചീത്ത വിളിക്കാനോ. ഇങ്ങനെയൊക്കെയുള്ള കാണുമെന്ന് പറഞ്ഞാൽ മനസാക്ഷി ഇതാ. പക്ഷേ മനസാക്ഷി തമ്മിൽ കുറ്റം ചുമത്തുന്ന ഒരു ദിവസം വരും. മനസാക്ഷിയുടെ പുസ്തകം തുറക്കും. മനസ്സിലായോ? എഴുതപ്പെട്ട പ്രമാണം ഒന്നും അറിയാത്ത കാട്ടുമനുഷ്യരില്ലേ, അവർക്ക് അവരുടെ അപ്പനെ ബഹുമാനിക്കാൻ അറിയാം, അവരുടെ അമ്മയെ ബഹുമാനിക്കാൻ അറിയാം. അവർ ദൈവം ഉണ്ടെന്ന് ഒരിക്കലും കേട്ടിട്ട് പോലുമില്ല.
അവരോട് ആരും പോയി സുവിശേഷമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള കാട്ടു മനുഷ്യരുടെ ഇടയിലൊക്കെ പോയാൽ അവർക്കും ആരാധനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ എന്തെങ്കിലുമൊക്കെ കല്ലോ മരമോ മണ്ണോ കൊണ്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നതോ ഒക്കെ അവിടെ കാണും. അവരുടെ മനസ്സാക്ഷിയാ അത്. മനസ്സിലായി? ദൈവത്തെ ആരാധിക്കണമെന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. 1811 അമേരിക്കയിൽ ആരംഭിച്ച ഒരു ഫണ്ടാണ് മനസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം. കോൺഷ്യസ്നസ് ഫണ്ട്. വർഷം തോറും ഏകദേശം $45,000 ഈ ഫണ്ടിലേക്ക് വരുന്നുണ്ടെന്നാണ് പഴയ കാലത്തെ കണക്ക്. കാരണം ഈ തെറ്റ് ചെയ്ത വ്യക്തികൾ അവരുടെ പ്രായശ്ചിത്തത്തിനായിട്ടാണ് ഈ പൈസ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്ത വ്യക്തികൾ ഈ പണം കൊടുക്കുമ്പോൾ അവർക്ക് അല്പം മനഃശാന്തി ലഭിക്കുകയും അതൊരു പരിഹാരമാണെന്നുള്ള ചിന്ത അവരെ ഭരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലരൊക്കെ തെറ്റ് ചെയ്തിട്ട് എന്തെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് അത് കവർ ചെയ്യാൻ നോക്കും. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യന്റെ പാപം പരിഹരിക്കുവാൻ, അവന്റെ തെറ്റ് പരിഹരിക്കാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വേറെ ഒന്നിനും കഴിയത്തില്ല. എബ്രായലേഖനം 9-ാം അധ്യായം 13, 14 വായിക്കാമോ? എബ്രായലേഖനം 9-ന്റെ 13, 14. എബ്രായലേഖനം 9-ന്റെ 13, 14. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികൾ ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നമ്മുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയൂ. ഒരു കാര്യം ഓർക്കണം, അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാത്ത ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല കന്മഷവും മാറ്റുവാൻ വിധേയപ്പെട്ടു കൊടുക്കാത്ത വ്യക്തി ജീവിതങ്ങൾ ഈ വെള്ളസിംഹാസന മുൻപിൽ അവരുടെ മനസ്സാക്ഷി അവനെതിരെ സാക്ഷ്യം പറയുന്നൊരു ദിവസം വരും. അതെത്ര ഭയാനകരമായിരിക്കും എന്ന് ഓർക്കണം. മനസ്സിലായോ? അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്റെ മനസ്സാക്ഷി പറയും. രണ്ടാമത്, അന്ന് സാക്ഷിയായിട്ട് ദൈവം വിളിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയുമാണ്. വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 50-4. സങ്കീർത്തനങ്ങൾ 50-4. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ആകാശത്തെയും ഭൂമിയും ഒക്കെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പഠിക്കാം. അന്നേരം രണ്ടാമത് ദൈവം സാക്ഷ്യത്തിനായിട്ട് വിളിച്ചു വരുത്തുന്നത് ആകാശവും ഭൂമിയുമാണ്. യെശയ്യാപ്രവാചകൻ പറയുന്ന ഒരു ദൂത് ശ്രദ്ധിക്കണം. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം. യെശയ്യാ 1-2. ശരി, ആക്റ്റീവായിട്ട് പ്രാർത്ഥനയോടൊക്കെ ഇരിക്കണേ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ആകാശമേ, മതി. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ഇത് പ്രവാചകൻ പറയാൻ കാരണം, പ്രവാചകന്റെ ദൂത് ചെവിക്കൊള്ളുവാൻ
യഹോവയായ ദൈവത്തിന്റെ ആലോചന ശ്രവിപ്പാൻ മനുഷ്യൻ മടി കാണിക്കുമ്പോൾ, അനുസരണക്കേട് കാണിക്കുമ്പോൾ, ആ ദൂത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രവാചകൻ പറയുകയാണ്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ന്യായവിധി ദിവസത്തിൽ ഈ ആകാശവും ഭൂമിയും ഇതിന് സാക്ഷി പറയണം. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങള് ഏതെങ്കിലും ഗ്രാമത്തിൽ രാജ്യത്തിന്റെ സുവിശേഷമായി ചെല്ലുമ്പോൾ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ, മർക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, 6-ാം അധ്യായം 11-ാം വാക്യം വായിച്ചു. മർക്കോസ് 6:11. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീനെന്നും അവരോട് പറഞ്ഞു. അത് ഈ വെള്ളസിംഹാസന മുമ്പില് ഫോർ എക്സാമ്പിൾ ഒരു പുള്ളി പറയാ, അയ്യോ ഞങ്ങള് സുവിശേഷം കേട്ടിട്ട് പോലും ഇല്ല, ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോ കർത്താവ് പറയും, ആ പൊടി ഇങ്ങ് വരാൻ പറയും. അന്നേരം കാലിൽ നിന്ന് വീണ പൊടി പറയും, ഇല്ല, പിന്നെ പൗലോസ് അതുവഴി വന്നായിരുന്നു, പത്രോസ് അതുവഴി വന്നായിരുന്നു, സൈമൺ പാഷ അതുവഴി വന്നായിരുന്നു, സീന സിസ്റ്റർ അതുവഴി വന്നായിരുന്നു, നിമ്മി സിസ്റ്റർ അതുവഴി വന്നായിരുന്നു ഒക്കെ പറയും. അന്നേരം ഈ കള്ളത്തരം പൊടി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ കാലിലെ പൊടി തട്ടിയില്ല. നമ്മൾ എവിടൊക്കെ കർത്താവിന്റെ വചനമായി പോയിട്ടുണ്ടോ ആ പൊടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. സുവിശേഷത്തെ ധിക്കരിക്കുന്നവരുടെ മുമ്പിൽ ഇത് സാക്ഷിയായിട്ട് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഒരു കുഞ്ഞു ചിപ്പ് മതി ഈ ലോകത്തിലുള്ള സകല കാര്യവും അതിനകത്തിരിക്കാൻ. മൊബൈലിൽ ഇപ്പൊ എത്ര പണ്ടൊക്കെ വളരെ കുറച്ച് GB ആയിരുന്നു. ഇപ്പൊ 500-ഉം 1000-ഉം ഒക്കെ GB ഉള്ള ഫോണുകളുണ്ട് അല്ലേ, 566 ഒക്കെ എന്നത്. അന്നേരം ഇഷ്ടം പോലെ കാര്യങ്ങൾ അതിനകത്ത്, അതിന്റെ മെമ്മറി കാർഡ് അത്ര ഭയങ്കരമാണ്. അത് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു കുഞ്ഞ് ചിപ്പിനകത്ത്. ഞങ്ങളിലൊക്കെ ഇവിടെ ID കാർഡ് ഉണ്ട്, ഒരു ചെറിയ ചിപ്പുണ്ട് അതിനകത്ത്. നമ്മൾ എല്ലാ കാര്യവും എടുത്തുണ്ട്, സകല കാര്യം. സർവശക്തനായ ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്ക് ഇത്രയും കണ്ടുപിടുത്തങ്ങൾ ചെയ്യാമെങ്കിൽ ഉളിതമ്പരാനാണ് ഇത് വലിയ കാര്യം. ഹബക്കൂക്ക് പ്രവാചകൻ എന്താ പറയുന്നത്? ഹബക്കൂക്ക് പ്രവാചകൻ ഈ വിഷയത്തിൽ 2:11, ഹബക്കൂക്ക് പ്രവാചകൻ 2:11 വായിക്കാം. ചുവരിൽ നിന്ന് കല്ല് വിളിക്കുകയും മരപ്പണിയിൽ നിന്ന് ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. നോക്കണേ, നമ്മൾ എവിടെയാണോ പാർക്കുന്നത് അവിടെ നിന്ന് ഭിത്തി ഉണ്ടല്ലോ, ഭിത്തി, കല്ല്, ഓടിട്ട വീട്, ഈ മരം കൊണ്ടൊക്കെയുള്ള മേൽക്കൂരയുള്ള വീടുകൾ ഒക്കെ പണ്ടുണ്ട്, ഇപ്പം പൊതുവെ കുറഞ്ഞു വരിക. തുലാവെന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതൊരു തുലാമ്, ഉത്തരം, കഴുക്കോല്, പട്ടിയൊക്കെ കേട്ടില്ലേ? ഇതെല്ലാം സംസാരിക്കും, ഇതെല്ലാം സംസാരിക്കും. പ്രകൃതിയിലെ സകല വസ്തുക്കളും ന്യായവിധി ദിവസത്തിൽ സാക്ഷി പറയാൻ എഴുതേക്കും. മനുഷ്യനല്ല പറയുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സകല കാര്യങ്ങളും കമ്പ്യൂട്ടർ പറയുന്നത് പോലെ, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സകല കാര്യങ്ങൾ ഇന്നത്തെ ഡിവൈസ് അത് ഓപ്പൺ സ്വിച്ച് കൊടുക്കുമ്പോൾ അത് പറയുന്നത് പോലെ, വലിയ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ സകല കാര്യങ്ങൾ വരും. മാതാപിതാക്കൾ അറിയാതെ
മക്കൾക്കും, ഭാര്യ അറിയാതെ ഭർത്താവിനും, ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും, പാസ്റ്റർ അറിയാതെ വിശ്വാസിക്കും പാപം ചെയ്യാൻ കഴിയും. വീട്ടിൽ വെച്ചാണെങ്കിൽ ഭിത്തി, ഉത്തരം, കഴുക്കോൾ സാക്ഷി പറയും. വനത്തിൽ വെച്ച് ചെയ്ത് തെറ്റാണെങ്കിൽ വൃക്ഷങ്ങൾ പറയും, പാറകൾ. മരുഭൂമിയിലാണെങ്കിൽ ആകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പറയും. ആ ദിനം എത്ര ഭയങ്കരമാണ്. ഫോട്ടോ സഹിതം പറയുന്നത്. ഓഡിയോ ക്ലിപ്പ് മാത്രമല്ല, വീഡിയോ ക്ലിപ്പ് എല്ലാം കാണിക്കും. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം, ഇത് ആരും വിട്ടുപോകല്ലേ, ഇത് ന്യായവിധിയുടെ കാര്യം പറയാം, പേടിച്ച് ചിലർക്ക് പോകുന്നെന്ന് തോന്നും. സഭാപ്രസംഗി 12:14 ഇത് വായിച്ചേ. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഉണ്ടോ? സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ലൂക്കോസ് 12:2-3. ലൂക്കോസ് 12:2-3. മൂടിവെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതിരിക്കയില്ല. അന്നേരം ഒന്നും മൂടി വെക്കാൻ പറ്റിയല്ല. ആകാശവും ഭൂമിയും കാണാത്ത തെറ്റുകളാണെങ്കിൽ പോലും ദൈവം എന്ത് ചെയ്യും? അത് വെളിച്ചത്ത് കൊണ്ടുവരും. ഒരിക്കൽ ഒരു മിഷണറിയുടെ ബംഗ്ലാവിന് സമീപം ഒരു സ്കൂളുണ്ടായിരുന്നു. മിഷണറിയുടെ ബംഗ്ലാവിന് ചുറ്റും മതിലുണ്ട്. അതിനകത്ത് ഒത്തിരി മാവിൻ തോട്ടം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ പുള്ളി ഇങ്ങനെ മതിലൊക്കെ കെട്ടി ഇങ്ങനെ തിരിച്ച്. അന്നേരം ഈ മാങ്ങയുടെ സീസൺ ആയപ്പം ഇദ്ദേഹം എന്നിങ്ങനെ ശ്രദ്ധിക്കും. ഒരു ദിവസം നോക്കിക്കൊണ്ട് മാങ്ങ കുറഞ്ഞാ വരുന്നത്. 100 മാങ്ങ ഉണ്ടെന്നിരിക്കട്ടെ, അത് 99, 80, 50 ഇങ്ങനെ കുറഞ്ഞു വരും. എന്നിട്ട് ഈ സായിപ്പ് ഈ പിള്ളേരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ മാങ്ങ പറിക്കല്ലെന്നു. ഓ, ഞങ്ങളൊന്നും പറിക്കാറേ ഇല്ലെന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പം സായിപ്പ് കുറച്ചുപേരോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലോട്ടൊന്ന് വരണമെന്ന്. പിള്ളേരും ഇല്ല, സായിപ്പ് വിളിച്ചതല്ലേ, വലിയ ഉത്സാഹത്തോടുകൂടെ സായിപ്പിന്റെ വീട്ടിൽ ചെന്നു. സായിപ്പ് അവർക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് ഭിത്തിയിലോട്ടൊന്ന് നോക്കാൻ പോകും. അന്നേരം ഒരു പയ്യൻ ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് അതിന്റെ പുറത്ത് വേറൊരുത്തൻ കയറിയിട്ട് മാങ്ങ പറിക്കുന്ന ചിത്രം പുള്ളി ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചേക്കും. നോക്കണേ. അന്നേരം ഈ പിള്ളേരോട് നേരത്തെ ഈ സാഹിബ് ചോദിച്ചപ്പം പറഞ്ഞു, ഞങ്ങളൊന്നും പറിച്ചിട്ടില്ലെന്നുള്ളു. ഇപ്പം വീട്ടിൽ വിളിച്ചു വരുത്തി തെളിവ് സഹിതം കാണിച്ചപ്പം വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റിയല്ല. മനസ്സിലായോ? അവിടെ വളരെ നാണം കെടുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീർന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ സുവിശേഷ വേലക്കാരെ ഉപദ്രവിക്കുന്നവര്, ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്നവര്, കർത്താവിന്റെ നാമം ദുഷിക്കുന്നവര്, ഇതൊക്കെ ആ കാലത്ത് ഇവര് സമ്മതിക്കത്തില്ലെങ്കിലും ദൈവം അവരെ സമ്മതിപ്പിക്കാൻ തക്കവണ്ണം ഫോട്ടോ സഹിതം അങ്ങോട്ടോരോ കാര്യങ്ങൾ കാണിക്കും. ഇനി ന്യായവിധിയുടെ അടിസ്ഥാനം
പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലെ? വെളിപ്പാട് ദിവസം 20:12 പുസ്തകങ്ങൾ തുറന്നു. വെളിപ്പാട് 20:12-15 വായിക്കണം. 12-15 വായിക്കണം. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. നോക്കിക്കേ, പുസ്തകങ്ങളിൽ എഴുതി ആ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന അടുത്ത ന്യായവിധിയാണ് അവർക്കുണ്ടായത്, അല്ലെ? അന്നേരം ഇവിടെ പുസ്തകങ്ങളുമുണ്ട്, ആ കൂട്ടത്തിൽ ജീവന്റെ പുസ്തകവുമുണ്ട്. പുസ്തകങ്ങൾ വേറെ, ജീവന്റെ പുസ്തകം വേറെ. കോടതി നടപടിക്രമം അനുസരിച്ച് ആദ്യം ഒന്നാമത് അല്ലെങ്കിൽ കുറ്റപത്രം വേണം, രണ്ടാമത് നിയമപുസ്തകം അല്ലെങ്കിൽ ഭരണഘടന. ഇതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? വിധി വരുന്നത്. അത് നമ്മളിപ്പോ ചിന്തിക്കുന്നത് ദുഷ്ടന്മാരുടെ ന്യായവിധിയാണ്, വെള്ളസിംഹാസനം പോലെ ന്യായവിധിയാണ്. 60 വയസ്സുള്ള ഒരു മനുഷ്യൻ അവന്റെ അറിയായ്മയുടെ കാലം 10 വയസ്സ് അങ്ങ് കുറച്ചേ, ഒരു ആവറേജ് കണക്ക് ഞാൻ പറയുക. ബാക്കി 50 വർഷം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ദിവസം സാധാരണ ഒരു മനുഷ്യൻ എത്ര പാപം ചെയ്യും? ഒരു ദിവസം ഒരു മനുഷ്യൻ എത്ര പാപം ചെയ്യുമെന്ന്? പക്ഷെ ഞങ്ങള് ദൈവമക്കളായതുകൊണ്ട് ഒരു പാപവും ചെയ്യുകയില്ല. പാപം വല്ലതും ചെയ്യുവോ? അപ്പൊ ഇല്ലെന്ന് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, യോഹന്നാൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുക. ഒരു മിനിമം രാവിലെ എഴുന്നേൽക്കും പോലെ നമ്മുടെ വാക്ക്, പ്രവൃത്തി, നോട്ടം, ചിന്ത, ഭാവം എല്ലാം കൂടെ കിടക്കുന്നതിന് മുമ്പ് ബിനുപാസ് ഒരു 10 പാവം വരത്തില്ലേ? കുറഞ്ഞത് ഒരു 10 പാവം കയറി വരുവോ? ഇല്ലേ? വരും. വരും. 100% വരും. അന്നേരം ഒരു വർഷത്തിന് 365 ദിവസമുണ്ട്. 10 പാപം ഗുണം 365. 60 വയസ്സുള്ള മനുഷ്യന്റെ കാര്യം പറയുന്നത്. 10 വയസ്സ് വിട്ടേരെ, പിന്നെ 50. അന്നേരം 10 ഗുണം 365 ഗുണം 50 എത്ര? 1,80,500 പാപം. 50 വയസ്സുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. ഈ ആയുസ് കൂടുന്നതനുസരിച്ച് പാപം കൂടിക്കൊണ്ടിരിക്കും. ചെറിയ സംഭവമല്ലേ ഈ പറയുന്നത്? ഇത് മിനിമത്തിലായി പറയുന്നത്. ഇത്രയും പാപങ്ങൾ ഒരാൾക്ക് വേണ്ടി രേഖപ്പെടുത്തണമെങ്കിൽ എന്തോ വലിയ പുസ്തകമായിരിക്കണം, അല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ പുസ്തകത്തിന്റെ സമ്പ്രദായമൊക്കെ മാറ്റിയിട്ട് ചിപ്പിലേക്ക് വന്നത്. എത്ര വേണമെങ്കിലും അതിനകത്ത് സ്റ്റോർ ചെയ്യാം. മനസ്സിലായി? ഒരു പാപത്തെയും നമുക്ക് ലഘുവായി കാണാൻ പറ്റിയില്ല. വെളിപ്പാട് ദിവസം 2-4-5 ഇതിനോട് ചേർന്ന് പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. വെളിപ്പാട് ദിവസം 2-4-5 എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. മനസ്സിലായി? ഒരുപാട് നന്മകളുള്ള ഒരു സഭയാണ് എഫെസോസ് സഭ. നല്ല വിവേചനപരമുള്ളൊരു സഭയാണ്.
ഒത്തിരി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു സഭയാണ്. ഇതെല്ലാം ശരിയാണ്. ആ സഭയ്ക്ക് സ്നേഹമില്ലെന്നും പറയാൻ പറ്റത്തില്ല. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ബാക്കി സ്നേഹം എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് പോയി? ആദ്യ സ്നേഹം. അത് വിവാഹം കഴിച്ചവരോട് നിങ്ങളോട് ഞാൻ പറയാം, നമ്മൾ ആദ്യം കല്യാണം കഴിച്ചപ്പോൾ സ്നേഹം ഇപ്പൊ ഈ 50 60 വയസ്സപ്പോ നിങ്ങൾക്ക് ആദ്യ സ്നേഹം ഉണ്ടോന്ന് ഒന്നും മറുപടി പറയുന്നില്ല. വയസ്സ് ചെല്ലുമ്പോഴാ സ്നേഹം കൂടുന്നത്. ആ അങ്ങനെ കൂടണം. അതാണ് സത്യം. പക്ഷേ ഉണ്ടോ നിങ്ങളെ തന്നെ ചോദന ചെയ്തു. ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ എഫെസോസ് സഭയ്ക്ക് ആദ്യ സ്നേഹം പോയി. ആദ്യ സ്നേഹമില്ലെന്നല്ല, ആദ്യ സ്നേഹം പോയെന്ന. പക്ഷെ അത് ദൈവം നിസ്സാരമായി കണ്ടില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കുറവേ ഉള്ളെങ്കിലും, ഒരു കുറ്റമേ ഉള്ളെങ്കിലും, ഒരു തെറ്റേ ഉള്ളെങ്കിലും മറ്റുള്ള നന്മ പ്രവൃത്തിയുടെ കൂട്ടത്തിൽ അതിനെ ലഘുവായി ദൈവം കാണുകയല്ല, അതിന് പരിഹാരം വേണമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഏത് ചെറിയ വിഷയവും പരിഹരിക്കപ്പെടുവാൻ നമ്മൾ തയ്യാറാകണം കേട്ടോ. ഓക്കെ, അന്നേരം കുറ്റപത്രം സമർപ്പിക്കണം. അതായത് ചെയ്ത ഇന്നിന്ന തെറ്റുകൾ അവന്റെ ഭാഗത്തുണ്ടെന്നുള്ള കുറ്റപത്രം അന്ന് സമർപ്പിക്കപ്പെടും. രണ്ടാമത് നിയമപുസ്തകമാണ്. നിയമപുസ്തകം കോടതിക്ക് ഭരണഘടന ഒരിക്കലും ഒഴിവാക്കാൻ പറ്റിയല്ല. ഏത് വിധിക്കും ഭരണഘടന അനുസരിച്ചാണ്. നിങ്ങൾ ആ ബൈബിളൊക്കെ ഒന്ന് കയ്യിലോട്ടൊന്ന് എടുത്തേ. നിങ്ങൾ പഠിക്കാൻ വന്നാലും എത്ര പേരെ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, ദൈവം നിങ്ങളെ. ഇതാണ് നമ്മുടെ നിയമപുസ്തകം. ഇതാണ് നമ്മുടെ ഉടമ്പടിയുടെ പുസ്തകം. ഈ പുസ്തകം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ ആരെല്ലാം ന്യായം വിധിച്ചാലും ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ന്യായം വിധിക്കുന്നത്. ചുമ്മാതെ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയ പേപ്പറിന്റെ അടിസ്ഥാനത്തിലോ നോവലിന്റെ അടിസ്ഥാനത്തിലോ കഥാപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല, വിശുദ്ധ വേദപുസ്തകം കൊണ്ടാണ് ന്യായം വിധിക്കുന്നത്. കോടതിക്ക് ഈ പുസ്തകം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അതുപോലെ സ്വർഗത്തിലും ഇത് നമുക്ക് മാറ്റിക്കളയാൻ പറ്റത്തില്ല. ദാനിയേൽ പ്രവചനം 7:10 വേഗത്തിൽ വായിക്കാം. ദാനിയേൽ പ്രവചനം 7:10. അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന് മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ആമേൻ. പുസ്തകങ്ങൾ തുറന്നു. എന്താ ഈ പുസ്തകം? 119 സങ്കീർത്തനം 89 നമ്മൾ വായിക്കുന്നു, ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. പുല്ല് ഉണങ്ങുന്നു. യശയാപ്രവചനത്തിലുണ്ട്. സ്തോത്രം. 34 അധ്യായത്തിൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, ദൈവത്തിന്റെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അല്ലേ? റോമാലേഖനം 2 അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലും വളരെ സ്പഷ്ടമായിട്ട് ആ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. എല്ലാരും ബൈബിൾ വായിക്കാൻ റെഡി ആയിട്ട് തോന്നണം. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇത്രാം വകുപ്പ് പ്രകാരം കോടതി വിധി പറയുന്നുവെങ്കിൽ അതുപോലെയുള്ള വിധിയാണ് അന്ന് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ റോമാലേഖനം 6 അധ്യായം 23 വായിക്കാം. ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. റോമാലേഖനം 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു. പാപിയായി ജനിച്ച് പാപിയായി ജീവിച്ച് പാപിയായി മരിക്കുന്ന ഒരു മനുഷ്യൻ
പാപത്തിന്റെ ശമ്പളം മരണമാണ്, അവന് സ്വർഗമില്ല. മനസ്സിലായോ? നേരത്തെ പ്രമാണത്തിലുള്ളതാ പാപത്തിന്റെ ശമ്പളം മരണം. അവന് പാപം പരിഹരിക്കപ്പെടാൻ അവൻ സമയം കണ്ടെത്താതെ പാപത്തിൽ തന്നെ അവൻ ജീവിച്ചു, പാപത്തിൽ തന്നെ മരിച്ചു. അന്നേരം പാപം ചെയ്യുന്ന ദേഹി മരിക്കും, യാതൊരു സംശയമില്ല. അന്നേരം അതനുസരിച്ചുള്ള വിധി വരും. ഗലാത്യ ലേഖനം 5:19-20. ഗലാത്യ ലേഖനം 5:19-20. ജഡത്തിന്റെ പ്രവൃത്തികളോ നടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഈ വേദവാഹനായ ആ വലിയ വെള്ളസിംഹാസനം മുമ്പിൽ അങ്ങോട്ട് ഉച്ചരിക്കും, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പറഞ്ഞ ആത്മാവിന്റെ ഫലമില്ലാതെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ നിത്യനരകത്തിൽ പോകും. പ്രമാണം വെച്ച വിധി വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ആത്മാവിന്റെ ഫലം ഇല്ലാതെ ഉണ്ടെങ്കിൽ ഇന്ന് കറക്റ്റ് ചെയ്യണം, ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം മാറ്റിക്കണം. വെളിപ്പാട് ദിവസം 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഈ കാര്യങ്ങളെല്ലാം സ്പഷ്ടമായിട്ട് അങ്ങോട്ട് വായിച്ചു കേൾപ്പിക്കും. ഞാൻ അറിഞ്ഞില്ലെന്ന് പറയാൻ പാടില്ല. നമ്മളൊക്കെ പലരും വിദേശ രാജ്യങ്ങളൊക്കെ പാർക്കുന്നുള്ളൂ, എനിക്ക് ഇവിടുത്തെ നിയമം അറിയത്തില്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പറയാം. അതൊരു എക്സ്ക്യൂസേ അല്ല. നിയമം അറിയണം. നിയമം അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അറിയത്തില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അന്നേരം നമ്മള് ഇപ്പോൾ കുറ്റപത്രം, ഓർമ്മയുടെ പുസ്തകം, നിയമ പുസ്തകം ഇതെല്ലാം തുറക്കും. പിന്നെ വെള്ളസിംഹാസന മുമ്പിൽ എന്തിനാണ് ജീവന്റെ പുസ്തകം തുറന്നത്? എന്തിനാ പറയാമോ? വെള്ളസിംഹാസന ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്നിടത്ത് ജീവന്റെ പുസ്തകം എന്തിനാ തുറന്നത്? ഇതിന് ഐഡിയ ഉണ്ടെ പറയാം. ശേഷം പറഞ്ഞിട്ട് അനുസരിക്കാത്തതുകൊണ്ടാണ്. നമുക്കറിയാം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതാണ് പ്രമാണം. ഇങ്ങനെ ധാരാളം ആളുകൾ വെള്ളസിംഹാസനത്തിൽ നിൽക്കുക. ഒരാളെ അടുത്ത് വിളിക്കും. ഫോർ എക്സാമ്പിൾ, മത്താച്ചൻ ഇങ്ങോട്ട് വന്നേ, ഇതിനകത്തിന്റെ പേരുണ്ട്. അവനെ ബോധ്യപ്പെടുത്തും, നിന്റെ പേര് ഇതിനകത്ത് ഇല്ലാഞ്ഞത് കൊണ്ടാണ് നിന്നെ നരകത്തിലിടുന്നത്. ജീവപുസ്തകത്തിൽ അനേകരുടെ പേരുള്ളപ്പോൾ പേരില്ലാത്ത വ്യക്തികളാണ് ഇവിടെ പോകേണ്ടത്, നരകത്തിൽ പോകേണ്ടത്. അവരെ അത് ബോധ്യം വരുത്തും. മനസ്സിലായോ? നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, സകലം പുതുതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
അന്നേരം നമ്മളെ ദൈവം നിത്യ നരകത്തിലേക്ക് തള്ളിയിടാനല്ല ഇവിടെ നമുക്ക് ജന്മം നൽകിയതും നമ്മളെ ദൈവം ആയുസ്സോടെ സൂക്ഷിക്കുന്നതൊക്കെ ദൈവസന്നിധി നമ്മൾ കാണപ്പെടാൻ വേണ്ടിയാണ്. അത് നമ്മൾ ഓർത്താ മതി. ഇനിയും കുറെ കാര്യങ്ങൾ നമ്മൾ വായിച്ചു അല്ലേ? ഇനി ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഷോർട്ട് ബ്രേക്ക് തരാം. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യം പഠിക്കാം. ഓക്കെ? അന്ത്യന്യായവിധിയുടെ സ്വഭാവം വളരെ വ്യത്യസ്തമായ ഒരു നേച്ചറാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റിൽ നമ്മൾ കാണുന്നത്. നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദൈവത്തിന്റെ കോപ ദിവസമായിരിക്കും അന്ത്യന്യായവിധി. റോമാലേഖനം 2:5 നമുക്കത് ശ്രവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ കോപ ദിവസത്തിന്റെ ഉഗ്രത നമ്മൾ കാണുന്നത് മലാക്കി പ്രവചനം 3-ാം അധ്യായം 2-3 വാക്യങ്ങളില്ല. അതൊന്ന് വായിക്കുന്നത് തെറ്റില്ല. മലാക്കി 3:2-3 വാക്യങ്ങൾ. എനിക്ക് മലാക്കി പ്രവചനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കും. യഹോവയുടെ കോപ ദിവസം ആർക്ക് സഹിക്കുവാൻ കഴിയും? യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യെഹെസ്കേൽ 22:14 കാണാൻ കഴിയും. ദൈവത്തിന്റെ കോപ ദിവസത്തിൽ തെറ്റിയൊഴിയാൻ കഴിയുന്ന ഒരു ദിനമായിരിക്കുകയില്ല. റോമർ 2:3 വായിക്കാം. റോമർ 2:3. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയും എന്ന് നനയ്ക്കുന്നുവോ? ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൃപയുടെ ഒരു കാലമാണ്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഈ സമയത്ത് കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിച്ച് നമ്മുടെ നിത്യത നമ്മള് സെക്യൂർ ആക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി തുടർന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങളൊരു ഹെഡിങ് എഴുതാമോ? ന്യായവിധികൾ എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതാമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ പല ന്യായവിധികൾ നമുക്ക് കാണാൻ കഴിയും. അതില് ഒരു 7 ന്യായവിധികളെ കുറിച്ച് ഒന്ന് പഠിക്കുന്നതായിട്ട്, പ്രധാനമായിട്ട് 7 ന്യായവിധികളാണ് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടത്. അതിലൊന്ന് പാപത്തിന്റെ ശിക്ഷയാണ്. ഈ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കാണിക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ പാപം ചുമന്ന കാൽവരി കുരിശിൽ കർത്താവ് കയറി.
1 യോഹന്നാൻ 2:2 വായിക്കാം. 1 യോഹന്നാൻ 2:2. ആ അവൻ നമ്മുടെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവൻ കേട്ടില്ല. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. ആമേൻ. അന്നേരം യേശു തമ്പുരാൻ താൻ വഹിച്ച ക്രൂശ് മരണ മുഖാന്തരം പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. മാനവജാതിയുടെ ശിക്ഷ ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. അതാണ് ഒന്നാമത്തെ ന്യായവിധി. അത് നമുക്ക് വേണ്ടിയുള്ളതായിരുന്നു. അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. രണ്ടാമത്തെ ന്യായവിധി തന്നെത്താനുള്ള ന്യായവിധി. സെൽഫ് ജഡ്ജ്മെന്റ്. അതായത് വീണ്ടും ജനിച്ച ദൈവ പൈതൽ ദിനം പ്രതി തങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 11:31 വായിക്കുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മളെ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. മനസ്സിലായോ? നാം മറ്റുള്ളവരെ വിധിക്കാതെ നാം സ്വയം നമ്മൾ വിധി നടത്തണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശുദ്ധവും വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. തന്നെത്താനുള്ള ന്യായവിധി. മൂന്നാമത് പ്രവർത്തികൾക്കുള്ള ന്യായവിധി. നമ്മൾ പഠിച്ചതാണ്. ഇത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ്. അതായത് ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ, ദൈവമക്കൾ, ദൈവസഭ, നാം ദൈവനാമത്തിന് വേണ്ടി വിതച്ചതനുസരിച്ച് കൊയ്യാനുള്ള ഒരു സമയം. 2 കൊരിന്ത്യർ 5:10 നമ്മൾ വായിച്ചു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം ഭാഗം വെളിപ്പെടേണ്ടതാകുന്നു. സാറേ ഒരു ഡൗട്ട്, നമുക്ക് ന്യായവിധി ഉണ്ടോ? നമുക്ക് ന്യായ വിസ്താരമല്ലേ ഉള്ളൂ? ന്യായവിധി എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള വിധി. നമ്മൾ അത് ന്യായവിധി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ശിക്ഷ എന്നുള്ളതിലേക്ക് വരല്ലേ. അങ്ങനെ പോയി. മനസ്സിലായോ? ജഡ്ജ്മെന്റ് സീറ്റ് ഇംഗ്ലീഷിൽ എഴുതുന്നത് ജഡ്ജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ന്യായാസനം, ന്യായമായ പ്രതിഫലം തരുന്ന രംഗമാണ്. മനസ്സിലായോ? ന്യായവിധി എന്നുള്ള പദം കൊണ്ട് എപ്പോഴും ശിക്ഷ എന്നുള്ള പദം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ന്യായമായ വിധി, വിശുദ്ധന്മാർക്ക് അങ്ങനത്തെ ശിക്ഷയില്ല, അവർക്ക് പ്രതിഫലമാവുള്ളത്. അങ്ങനെ ചിന്തിക്കാവും. പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം. നാലാമത് ഇസ്രയേലിന്റെ ന്യായവിധി. ദൈവിക വ്യവസ്ഥയിൽ നിന്നും വ്യതിചലിച്ചു പോയ ഇസ്രയേലിനെ പല സന്ദർഭങ്ങളിലായിട്ട് ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും യഥാർത്ഥമായിട്ട് അവർക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന
ശിക്ഷ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടത്തിലാണ്. മഹോപദ്രവ കാലഘട്ടത്തിന്റെ ഉദ്ദേശത്തിൽ ഒന്ന് ഇസ്രയേൽ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത് കൂടെയാണ്. 7 വർഷം ഇസ്രയേൽ ജനത്തിന്റെ ന്യായവിധിയുടെ കാലഘട്ടമാണ്. ദൈവം ഇസ്രയേലിനെ ശുദ്ധീകരിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. ഈ 5-ാമത്തേത് ജാതികളുടെ ന്യായവിധി. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാ. കർത്താവ് തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട് തേജസ്സിന്റെ സിംഹാസനം യഹോശാഫാത്ത് താഴ്വരയിൽ സ്ഥാപിക്കും. മഹാപീഡന കാലഘട്ടങ്ങളിൽ ജാതികൾ യഹൂദന്മാരെ സഹായിച്ചതനുസരിച്ച് ജാതികളുടെ വിധി നടക്കും. കോലാടും ചെമ്മരിയാടും എന്ന പോലെ ഇടത്തും വലത്തുമായി തിരിച്ച് ഈ വിധി പൂർത്തീകരിക്കും. യോവേൽ പ്രവചനം 3:1 മുതൽ 12 വരെയും മത്തായി 25:31 മുതൽ 44 വരെയും. വായിക്കണ്ട, നിങ്ങൾ എഴുതി വെച്ചാൽ. യോവേൽ എന്ന് പറഞ്ഞു. യോവേൽ 3:1 മുതൽ 12 വരെ. എത്ര കാര്യം ഞാൻ പറഞ്ഞു? 5 മാത്യു 5 5. ഇനി ആറാമത്തേത് ദൂതന്മാരുടെ ന്യായവിധി. ദൂതന്മാരുടെ ന്യായവിധി. യൂദയുടെ 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? യൂദ ലേഖനം 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. മഹാന്യായവിധി. 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. മതി. ഇത് ഭയങ്കര വിവാദമായിട്ടുള്ളൊരു വിഷയമാണ് ഈ വായിച്ച വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഏതാണ് പാപം ചെയ്ത ദൂതന്മാർ? പാപം ചെയ്ത ദൂതന്മാരെ നമുക്ക് 2ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. ഒന്ന്, ദൈവത്തോട് മറുത്ത് മത്സരിച്ച ലൂസിഫർ. 2, സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ അന്യജഡം മോഹിച്ചു നടന്ന ദൂതന്മാർ. അതൊന്നുകൂടെ പറയാം സാറേ. രണ്ടാമത്തെ സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ അന്യജഡം മോഹിച്ചു നടന്ന ദൂതന്മാർ. ഇവര് രണ്ടുപേരെയും ഈ 2 കൂട്ടരെയും ദൈവം ന്യായം വിധിക്കുന്നത് മഹാന്യായവിധി ദിവസം, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിൽ ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്നതോടൊപ്പം ഈ ദൂതന്മാരെയും എന്ത് ചെയ്യും? ന്യായം വിധിച്ച്
നിത്യ നരകത്തിലാക്കും. നമുക്ക് ഈ ദൂതന്മാരെ വിധിക്കാനുള്ള പവറൂടെ ദൈവം തന്നിട്ടുണ്ട്. ആ കാലത്ത് ദൈവം നമുക്ക് അതിനുള്ള അവസരം തരും. ഇപ്പൊ 6 പേരുടെ കാര്യം പറഞ്ഞല്ലേ. അതെ അതെ അതെ. ഒന്നാമത്തേത് പാപത്തിന്റെ ശിക്ഷ. പാപത്തിന്റെ ശിക്ഷ. 2 തന്നെത്താനുള്ള ന്യായവിധി. 3 പ്രവർത്തികൾക്കുള്ള ന്യായവിധി. 4 ഇസ്രയേലിന്റെ ന്യായവിധി. 5 ജാതികളുടെ ന്യായവിധി. 6 ദൂതന്മാരുടെ ന്യായവിധി. 7-ാമത്തേത് നമ്മളിപ്പോൾ പഠിച്ച് അവസാനിപ്പിച്ചതാണ്, പാപികളുടെ ന്യായവിധി. ആദിമകാലം മുതൽ പാപികളായി മരിച്ചു പോയവരുടെ ന്യായവിധിയാണ് ഇത് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. ഇത് അന്ത്യന്യായവിധി വായിച്ചല്ലോ. വെളിപ്പാട് 20-ാം അധ്യായം 11 മുതൽ 15 വരെയും 21-8. നമുക്ക് ഇന്ന് അടുത്ത് പഠിക്കാനുള്ളത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മഹോപദ്രവ കാലഘട്ടം. അത് നമ്മൾ തുടങ്ങിയില്ലല്ലോ. ഒരു ഹെഡിങ് കൊടുത്തോ, മഹോപദ്രവ കാലഘട്ടം. മഹോപദ്രവ കാലഘട്ടങ്ങളിൽ പ്രധാനമായി 3 നിലയിലുള്ള ന്യായവിധികളാണ് നടക്കുന്നത്. ഒന്ന്, 7 മുദ്രയാലുള്ള ന്യായവിധി. സിസ്റ്റമാറ്റിക്കലായിട്ടാണ് ഓർത്തിരുന്നോണം. 1, 7 മുദ്രകളാലുള്ള ന്യായവിധി. 2, 7 കാഹളങ്ങളാലുള്ള ന്യായവിധി. 3, 7 ക്രോധകലശങ്ങളാലുള്ള ന്യായവിധി. മഹോപദ്രവ കാലഘട്ടങ്ങളിൽ 7 മുദ്രയാലുള്ള ന്യായവിധി, 7 കാഹളങ്ങളാലുള്ള ന്യായവിധി, 7 ക്രോധകലശങ്ങളാലുള്ള ന്യായവിധി. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ എതിർ ക്രിസ്തു ഭൂമിയിൽ അധികാരമേറ്റെടുക്കുന്ന ചിത്രീകരണമാണ്. ഈ മഹോദരവ കാലഘട്ടങ്ങളിൽ രണ്ടുവിധ ഉടമ്പടികൾ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ആ ഉടമ്പടി? നമുക്ക് ചിന്തിക്കാം.
അതായത് ഇത് ക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുന്ന എപ്പോഴാ? When it will happen? സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം. ആ, ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം. ഇപ്പം കർത്താവ്, ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം കർത്താവ് നമ്മളെ എല്ലാവരും അങ്ങ് എടുത്തെന്നിരിക്കട്ടെ, ലോകത്തിന്റെ നാനാഭാഗത്തും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഫ്ലൈറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ട പൈലറ്റ് കർത്താവിന്റെ ഓരയിൽ എടുക്കപ്പെടുന്നു, എന്ത് സംഭവിക്കും പറ? ഫ്ലൈറ്റ് ഓടിക്കാനായിട്ട് താഴെ വീഴും. കപ്പലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പിത്താൻ സ്വർഗത്തിൽ പോകുന്നു, എന്നാ സംഭവിക്കും? കപ്പല് മുങ്ങും. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, വാഹനം, ലൈൻ ബസ്, രക്ഷിക്കപ്പെട്ട ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു, എന്ന് സംഭവിക്കും? ആക്സിഡന്റ്. ജോലി സ്ഥലങ്ങളിലെ, വയലുകളിലെ, വാഹനങ്ങളിലെ, ഫ്ലൈറ്റുകളിലെ എല്ലായിടവും താറുമാറാവും. എല്ലായിടവും. ഇത് എന്താ ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐ, കണ്ണും വയ്ക്കുന്നതിനിടയിൽ, ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ലോകം ഒരിക്കലും കാണാത്ത, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടാകാത്തതും മേലാൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമൊന്നുണ്ടാകും. വലിയ കഷ്ടം ഉണ്ടാകും, വലിയ തകർച്ചകൾ ഉണ്ടാകും. എനിക്ക് എന്നും ഉള്ള ഒരു സംശയം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആ, എന്നും എല്ലാ ആഴ്ച വരുന്നു. ഈ യെരുശലേം പള്ളി ഏത് സമയത്താണ് പണിയുന്നതെന്നൊന്ന് പറയാം. കർത്താവിന്റെ വരവിന് മുമ്പ് പണിയോ അതിന് ശേഷം? കർത്താവ് വരവിന് മുമ്പല്ലേ? ആ, നമുക്ക് അതുകൊണ്ട് വേണമെന്ന് ചിന്തിച്ച് കൂട്ടത്തിൽ പോവാം. അതായത് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് രണ്ട് ആലയം ഉണ്ടാകാൻ പാടില്ല. ആലയം ഉദ്ദേശിക്കുമ്പോൾ ഇസ്രയേൽ ജനത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാലയമായിരുന്നു യെരൂശലേം ദേവാലയം. ദൈവത്തിന്റെ സഭ ഇവിടെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഈ ആലയം ഇല്ലാതായിപ്പോയി. മനസ്സിലായോ? പിന്നെ ദൈവസഭയാണ് ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. ഇന്നും യഹൂദന് ആലയമില്ല. ചിന്തിച്ചു നോക്കിയേ, യഹൂദന് ആലയം പണിയാൻ പൈസ ഇല്ലേ? സാധന സാമഗ്രികളില്ലേ? നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പണിയുന്നില്ല. സാധനമെല്ലാം അടുപ്പിച്ച് വെച്ചിരിക്കുക. പക്ഷെ ഇത് പണിയും. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ മഹോദരവത്തിൽ ഈ ആലയമുണ്ട്. ഇതിന്റെ പണി നമ്മൾ പറയുന്ന ഒരുപാട് വർഷമൊന്നും വേണ്ട പണിയാൻ. ശലോമോൻ പണിതുപോലെന്നുള്ള കാലഘട്ടമൊന്നും വേണ്ട. ദിവസങ്ങൾക്കകം പണിയാനുള്ള എല്ലാ സെറ്റപ്പും ഇപ്പൊ ഉണ്ട്. മനസ്സിലായോ? വേദശാസ്ത്രന്മാരുടെ കണക്കൂട്ടൽ അനുസരിച്ച് ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഈ ആലയം ഉയർന്നു വരുമെന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ സഭയും യഹൂദന്മാരുടെ ആലയവും ഒരുപോലെ ടൈമിൽ നിലനിൽക്കുകയില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം ഒരാഴ്ച കൊണ്ട് അവർക്ക് പണിയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്ത് പെട്ടെന്ന് ഓരോ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഓരോ ബിൽഡിങ്ങുകൾക്ക് പണിയുന്നത് വളരെ വേഗത്തിൽ പണിയാൻ പറ്റും. അത് യഹൂദന്റെ വിഷയമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് അത് പണിയൊക്കെ നടന്നോട്ടെ, അല്ലേ സിസ്റ്ററെ? പോയോ? സംശയം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്നാണ് പണിയുന്നത്? മീൻസ് കർത്താവിന്റെ വരവിന് മുമ്പാണോ വരവിന് ശേഷമാണോ? അതൊന്നും അറിഞ്ഞാൽ മതി. കർത്താവിന്റെ
വരവിനോട് ബന്ധപ്പെട്ട് അത് പണിയപ്പെടും. കർത്താവ് ഇവിടുന്ന് സഭ എടുക്കപ്പെട്ട ശേഷം ഈ ആലയം ഇവിടെ ഉണ്ട്. മനസ്സിലായോ? നമ്മള് ധൃതി കൂട്ടുണ്ടാകും, പണിതോട്ടവര്. നമുക്ക് ഇവിടുന്ന് പോകാമല്ലോ. അവര് പണിയാൻ തുടങ്ങിയാൽ നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വിചാരിച്ചോണ്ടാ ഒന്ന് പണി തുടങ്ങിയായിരുന്നു രക്ഷപ്പെടാൻ പറ്റി. ഓക്കെ, ഓ ഗുഡ്. ഈ ലോക ജീവിതം. ഓക്കെ. അന്നേരം ഇങ്ങനെ താറുമാറായി പോയാൽ ലോക രാഷ്ട്രങ്ങൾ അപ്പോഴത്തെ ചിന്തിക്കണം. ഇന്ത്യയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാ കർത്താവ് വന്നു കഴിഞ്ഞാൽ നടക്കുന്നത്. അമേരിക്കയിലെ ലോകം മുഴുവൻ വിഷയങ്ങളല്ലേ. വിശുദ്ധന്മാരില്ലാത്ത എവിടെയെങ്കിലും ഉണ്ടോ? എല്ലായിടവും ഉണ്ട്. അന്നേരം പെട്ടെന്ന് ഭയങ്കര തകർച്ചയുണ്ടാകും. അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ എതിർ ക്രിസ്തു തന്റെ വശീകരണത്താൽ എതിർക്രിസ്തുവല്ല വരുന്നത്. ലോക ഗവൺമെന്റിന് വേണ്ടി പരിശ്രമിക്കുകയും രണ്ടാമത് വരുന്നത് ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ്. ചെന്നി കിടക്കുന്ന വ്യത്യസ്ത ഉപദേശമുള്ള എല്ലാ ക്രൈസ്തവ സംഘടനകളും വന്ന് ചെറുക്കിനൊക്കെ ഒന്നും അറിയത്തില്ല. കട്ടായി ഇവിടെ നെറ്റ് പോയെന്ന് എനിക്കറിയത്തില്ല. സംബന്ധം നിന്ന് പോയി. നെറ്റില്ല. പറ്റിയത് പോയി. പോയി. കഷ്ടമായി. ഇത് മാറണം ചിന്നാണ്. മനസ്സിലായോ? ഇതിന് പാസ്വേഡ് മാറ്റണം. ഇങ്ങോട്ട് എടുക്കുന്നില്ല. ഇതുവരെ കണക്റ്റായി. ഓരോ സ്ലോട്ട് ഓരോരുത്തർക്കാണേ. അവിടെ വന്നല്ലോ സൈമൺ പാസ്റ്റർ. പോയോ? ഇവിടെ പ്രൈസ് ലോർഡ്. ഇവിടെ ഒരു മിനിറ്റ്.